ഇന്ന് നമുക്ക് ചിക്കൻ മന്തി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഏകദേശം ഒരു ട്രഡീഷണൽ രീതിയിൽ തന്നെയാണ് ഞാൻ ഈ ഒരു ചിക്കൻ മന്തി തയ്യാറാക്കുന്നത്. എന്നാൽ കുഴിയൊന്നും ഇല്ലാതെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മന്തിയാണിത്. അപ്പം നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ എടുക്കുന്ന സമയത്ത് തൊലിയോട് കൂടിയുള്ള ചിക്കൻ തന്നെ എടുക്കണം. നമ്മൾ മന്തി തയ്യാറാക്കുന്ന സമയത്ത് തൊലിയോട് കൂടിയുള്ള ചിക്കനാണ് എടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഈ ഒരു ചിക്കനിൽ നിന്ന് കുറച്ച് ചിക്കൻ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു ബോൺലെസ്സിൻ്റെ ഭാഗവും പിന്നെ അതുപോലെ കഴുത്തിൻ്റെ ഭാഗമെല്ലാം ഒന്ന് ചെറുതായിട്ട് മുറിച്ച് ഒരു ബൗളിലാക്കി വെച്ചിട്ടുണ്ട്. വളരെ കുറച്ച് മതി. പിന്നെ ബാക്കിയുള്ള ചിക്കൻ 4 പീസസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ചിക്കന് കട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ വരയിട്ട് കൊടുക്കണം. കാരണം നമ്മൾ മസാല തേക്കുന്ന സമയത്ത് ചിക്കനിലേക്ക് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഈ ഒരു സ്കിൻ എടുക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഇത് മാറ്റിയിട്ട് ചെയ്താൽ മതി. പക്ഷേ സ്കിന്നോട് കൂടി ചെയ്യുമ്പോഴാണ് നമുക്ക് ശരിയായ ആ ഒരു മന്തിൻ്റെ ടേസ്റ്റ് കിട്ടാൻ. അപ്പം അതുകൊണ്ട് പറ്റുമെങ്കിൽ ഇങ്ങനെ തന്നെ എടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഒരു ബൗളെടുത്ത് ഈ ഒരു ബൗളിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ മന്തി മസാല ചേർത്ത് കൊടുക്കാം. ഈ ഒരു മന്തി മസാല എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ള വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അത് നോക്കിയിട്ട് ചെയ്തെടുക്കുക. വളരെ എളുപ്പമാണ് ഈ ഒരു മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് മുളക് പൊടിയാണ്. സാധാരണ മന്തി തയ്യാറാക്കുന്ന സമയത്ത് മുളക് പൊടി ചേർക്കില്ല. പക്ഷേ നമുക്ക് കുറച്ച് എരിവ് വേണ്ടതുകൊണ്ട് ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് മാഗി ചിക്കൻ സ്റ്റോക്കാണ്. ഈ ഒരു ചിക്കൻ സ്റ്റോക്ക് നന്നായി പൊടിച്ചെടുത്തതാണ്. ഇതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ചെറുനാരങ്ങ നീരാണ്. ഞാനിവിടെ ഒരു ചെറുനാരങ്ങയുടെ നീരാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മസാല തേക്കുന്നതിന് മുമ്പ് ഇതിലേക്ക് കുറച്ചൊരു ഫുഡ് കളർ ചേർത്ത് കൊടുക്കുക. ഇത് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാനൊരു ചിക്കൻ കളറിന് വേണ്ടിയിട്ട് ചേർക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു കളർ ചിക്കനിലേക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കളർ ചേർത്തതിന് ശേഷം നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മസാല ചേർത്ത് ചിക്കൻ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഈ ഒരു ചിക്കൻ ഒരു 2 മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ നിങ്ങൾക്ക് അത്ര സമയം മാരിനേറ്റ് ചെയ്ത് വെക്കാനില്ല എന്നുണ്ടെങ്കിൽ മിനിമം ഒരു 1/2 മണിക്കൂറെങ്കിലും വെക്കുക. ഈ ഒരു മസാല ചിക്കനിലേക്ക് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ച് നമ്മൾ സ്കിന്നോട് കൂടി ചിക്കൻ എടുക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് മസാല ഉള്ളിലേക്ക് പിടിക്കില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ചധികം സമയം വെക്കുക. മസാല തേച്ചിട്ട് കുറച്ചധികം സമയം തന്നെ വെക്കുക. എന്നിട്ട് ചെയ്യുമ്പോഴായിരിക്കും ഈ ഒരു ചിക്കന് നല്ലൊരു ടേസ്റ്റ്. അപ്പോൾ ഞാനിവിടെ മസാല ചിക്കന് മുഴുവനായിട്ട് നന്നായിട്ട് തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു 2 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിനുശേഷം നമുക്ക് റൈസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ 2 മണിക്കൂറിന് ശേഷം നമുക്ക് ഈ ഒരു മന്തി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നമ്മൾ ഈ ഒരു മന്തി തയ്യാറാക്കുന്നത് ബസ്മതി റൈസിലാണ്. ഞാനിവിടെ 1 കിലോ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. ബസ്മതി റൈസിൽ തന്നെ തയ്യാറാക്കണം. 1 കിലോ ബസ്മതി റൈസ് എന്ന് പറയുന്നത് 5 കപ്പ് അരിയാണ്. അതായത് 250 ml 5 കപ്പ് അരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നമുക്ക് ഈ ഒരു അരി നന്നായിട്ട് കഴുകിയെടുക്കണം. ഞാനിവിടെ അരി നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. അരി ഒന്ന് കഴുകിയെടുത്താൽ മാത്രം മതി. വെള്ളത്തിൽ കുതിർത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് റൈസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സ്പൈസസ് വേണം. ഞാനിവിടെ 8 ഗ്രാമ്പു, 6 ഏലക്ക, അതുപോലെ 1 ടീസ്പൂൺ കുരുമുളക്, 1 കഷ്ണം പട്ട, ഇനി ഒരു ഉണക്ക നാരങ്ങ. ഈ ഒരു നാരങ്ങ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. നാരങ്ങ പൊടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയും സ്പൈസസാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ഞാനിവിടെ നാരങ്ങ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതായത് ഒന്ന് കുത്തിയെടുത്തതാണ്.
ഇനി നമുക്ക് ഒരു അരിപ്പ വേണം. നമ്മൾ ഏത് പാത്രത്തിലാണോ ചോറ് വെക്കുന്നത് അതിന് കണക്കായിട്ടുള്ള അരിപ്പയാണ് എടുക്കേണ്ടത്. ഈ അരിപ്പയിലേക്ക് നമുക്ക് ചിക്കൻ വെച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ ഇതുപോലെ ഒരു അരിപ്പ ഇല്ലാന്നുണ്ടെങ്കിൽ അടച്ചമ്പ് എടുത്താൽ മതി. അടച്ചമ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുന്ന പാത്രമില്ലേ, അങ്ങനത്തെ ഒരു പാത്രത്തിൻ്റെ മുകളിലുള്ള ആ ഒരു തട്ടിൽ ഈ ഒരു ചിക്കൻ വെച്ചിട്ട് ആ ഒരു പാത്രത്തിൽ ചോറ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് റൈസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം ഒരു പാത്രം വെച്ചിട്ട് ഇതിലേക്ക് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർക്കുന്നത്. അപ്പോൾ ഈ ഒരു നെയ്യ് നന്നായി ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു സവാള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ സവാള നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച സ്പൈസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ഒരു സ്പൈസസ് ഇതിലേക്ക് ഇട്ടതിന് ശേഷം വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മന്തി മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു മസാലപ്പൊടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ ഒരു മസാലപ്പൊടി ഉള്ളിൽ ഞാൻ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു മാഗി ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കണം. ഈ ഒരു റൈസിലും കൂടി നമ്മൾ ഈ ഒരു ചിക്കൻ സ്റ്റോക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചിക്കൻ സ്റ്റോക്ക് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ചിക്കനാണ്. നമ്മൾ നേരത്തെ കുറച്ച് ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചിക്കൻ കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു ചിക്കൻ ഇതിലേക്ക് ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു മസാലപ്പൊടിയിൽ ചിക്കൻ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഞാനിതിലേക്ക് 5 പച്ചമുളക് ചേർക്കുന്നുണ്ട്. സാധാരണ പച്ചമുളക് ചേർക്കാറില്ല, എന്നാലും നമുക്ക് എരിവിന് വേണ്ടിയിട്ട് ഒരു 5 പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർക്കുമ്പോൾ ഇതുപോലെ മുഴുവനായിട്ട് ചേർക്കണം. ഇങ്ങനെ മുഴുവനായിട്ട് ചേർക്കുന്ന സമയത്ത് പച്ചമുളക് നമ്മൾ ചോറിൻ്റെ ഒന്നിച്ച് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. ഇപ്പോൾ ഒരു പച്ചമുളകും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് തക്കാളിയാണ്. തക്കാളി നന്നായിട്ട് അടിച്ചെടുത്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. ഒരു തക്കാളി നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു തക്കാളിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിവിടെ 1 കിലോ അരിക്ക് 10 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. അതായത് 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളത്തിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം ഉണ്ടാകും. എന്തായാലും നമ്മുടെ അരിൻ്റെ മുകളിലായിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമുക്കിതിലേക്ക് 2 ബേ ലീഫ് കൂടി ചേർത്ത് കൊടുക്കുക. ഇത് നമ്മൾ സ്പൈസസിൻ്റെ ഒന്നിച്ച് തന്നെ ചേർക്കേണ്ടതാണ്, പക്ഷേ ഞാൻ മറന്നുപോയതാണ്. അപ്പോൾ ഈ ഒരു ബേ ലീഫ് കൂടി ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വെള്ളം തിളച്ച് വരുന്നത് വരെ ഈ ഒരു ചിക്കൻ ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് അടച്ച് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ചിക്കൻ മാറ്റിയിട്ട് ഈ ഒരു വെള്ളത്തിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ഇപ്പം ചിക്കൻ വെന്ത് വരുമ്പോഴുള്ള ഈ ഒരു ചിക്കൻ സ്റ്റോക്ക് ഈ ഒരു വെള്ളത്തിൽ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. കുറച്ചുകൂടി നമ്മുടെ ചിക്കൻ വേവിച്ചെടുക്കാനുണ്ട്. നമുക്ക് ഈ ഒരു അരി ഇട്ടതിന് ശേഷം വീണ്ടും ഈ ഒരു ചിക്കൻ ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ചിക്കൻ ഒരു 1/4 ഭാഗം വെന്ത് വരുന്നത് വരെ നമ്മൾ ഈ ഒരു ചോറിൻ്റെ മുകളിൽ ഈ ഒരു ചിക്കൻ വെച്ച് കൊടുക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ചോറിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അപ്പം ഞാനിവിടെ അരിക്ക് മുകളിലായിട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 10 കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചിക്കൻ ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഈ ഒരു വെള്ളം ഒന്ന് വറ്റി വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഒരു ലോ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ വെച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു വെള്ളം വറ്റി വരുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ഈ ഒരു ചിക്കൻ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇതിൻ്റെ മുകൾ ഭാഗവും നന്നായിട്ട് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മുടെ ചോറിൻ്റെ വെള്ളം വറ്റിയിട്ടില്ല, അതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ ഒരു ചിക്കൻ തിരിച്ചിട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ചോറിൻ്റെ വെള്ളം വറ്റി വരുന്നത് വരെ ഇതിൻ്റെ മുകൾ ഭാഗവും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ ഒരു 1/4 ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ വെള്ളവും ഒരു 1/4 ഭാഗം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ചിക്കൻ മാറ്റിയതിന് ശേഷം ഈ ഒരു ചോറ് അടച്ച് വെച്ച് വെള്ളം വറ്റി വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ വെള്ളമെല്ലാം വറ്റി നമ്മുടെ ചോറ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മന്തി റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യാനുണ്ട്.
ഇനി ഒരു പാൻ വെച്ച് പാനിൽ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒലിവ് ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. നിങ്ങൾ സൺഫ്ലവർ ഓയിൽ ഉണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചാൽ മതി. ഇനി നമുക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചിക്കന് ഈ ഒരു എണ്ണയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് ടൈമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. കാരണം നമ്മുടെ ചിക്കൻ ഇപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ചിക്കൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ചിക്കന് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചോറിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഈ ഒരു ചോറിൻ്റെ നടുക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ചാർക്കോൾ കത്തിച്ച് ഇട്ട് കൊടുക്കണം. നിങ്ങളടുത്ത് ചാർക്കോൾ ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ കനലില്ല, കനലിട്ട് കൊടുത്താൽ മതി. ഒരു ചെറിയ കഷ്ണം കനലെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഈ ഒരു ചാർക്കോൾ ഇട്ട ഉടൻ തന്നെ നമ്മൾ ഈ ഒരു ചോറ് അടച്ച് വെക്കണം. ഇങ്ങനെ അടച്ച് വെച്ചിട്ട് കുറച്ചധികം സമയം തന്നെ വെക്കണം. ഈ ഒരു ചാർക്കോൾ നന്നായിട്ട് കത്തി തീരുന്നത് വരെ നമ്മൾ ഇതിനെ അടച്ച് വെക്കണം. ഇങ്ങനെ നമ്മൾ അടച്ച് വെക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു റൈസിന് നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന ആ ഒരു മന്തിൻ്റെ ടേസ്റ്റും മണമെല്ലാം ഉണ്ടാകും. ഇപ്പോൾ നമ്മുടെ ചാർക്കോൾ മുഴുവനായി കത്തി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ കുറച്ചധികം സമയം തന്നെ ഇത് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചോറിൻ്റെ മുകളിൽ കുറച്ച് സവാള ഫ്രൈ ചെയ്തതും അതുപോലെ കിസ്മിസ് ഫ്രൈ ചെയ്തതും ഇട്ട് കൊടുക്കാം. അറബിക് മന്തി കഴിച്ചവർക്കറിയാം, ആ ഒരു മന്തിൻ്റെ മുകളിൽ കുറച്ച് സവാള ഫ്രൈ ചെയ്തതും കിസ്മിസും ഉണ്ടാകും. അപ്പം ഇത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.